ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജനറ്റ് ആൻഡ് എൽസ വ്ളോഗ്. അങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഗുണ്ട ചിക്കൻ റെസിപ്പി ഞാനും ഉണ്ടാക്കി നോക്കി. അത് ഇപ്പോൾ മോള് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതുണ്ടാക്കാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം, ലൈക്കും ചെയ്യണം. ഈ ഡിഷ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഞാനിത് വേറെ സ്റ്റിക്ക് വെച്ചിട്ടല്ല, ചിക്കൻ്റെ ബോൺ വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ്റെ ലെഗ് പീസ് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. 6 ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പ് വേണം. ഉപ്പ് ഒരു ടീസ്പൂണോളം ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്, അതിനായിട്ടാണ് ഞാൻ കുക്കറിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഞാനിവിടെ 3/4 ടീസ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അധികം എരിവാവണ്ട എന്ന് വിചാരിച്ചിട്ട്, മോളും കഴിക്കണതായ കാരണം അധികം എരിവുണ്ടെങ്കിൽ അവൾ കഴിക്കില്ല, അത് കാരണം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 3 വിസിൽ വരണ വരെ വേവിച്ചെടുക്കണം. 3 വിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോണിൽ നിന്ന് ഈ ചിക്കൻ വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് 3 വിസിൽ വരെ വേവിക്കണത്. ചില ചിക്കൻ ചിലപ്പോൾ 2 വിസിൽ വരെ വേവിച്ചാൽ മതിയായിരിക്കും. അത് 2 വിസിൽ കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്ന് നോക്കുക എങ്ങനെയുണ്ടെന്ന്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മൊസറല്ല ചീസാണ്. അത് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. ഹോം മെയ്ഡായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് മൊസറല്ല. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും, അങ്ങനെ മേടിക്കുന്നവർക്ക് അങ്ങനെ മേടിക്കാം. ഇതിപ്പോൾ കുക്കറിന് 2 വിസിൽ വന്നു, അപ്പം ഞാനതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കണം എങ്ങനെയുണ്ട്, വിട്ട് വന്നോന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ മൊസറല്ലയിലേക്ക് നാരങ്ങ നീരാണ് ഒഴിക്കണത്. വിനീഗർ വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം. ചിലർ 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് പിരിയിച്ചെടുക്കും. ഞാൻ വിനീഗറല്ല, നാരങ്ങ നീര് ജസ്റ്റ് ഒന്ന് അതിൽ കുരുമില്ലാതെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ 1/2 ലിറ്ററിലാവുമ്പോൾ അധികം മൊസറല്ല ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. കൂടുതൽ വേണമെങ്കിൽ നമുക്ക് 1 ലിറ്റർ വേണമെങ്കിൽ എടുക്കാം. നമ്മൾ പിന്നെ പാലെടുക്കുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഹൈ ഫാറ്റ് പാലെടുക്കാനായിട്ട് നോക്കുക. ഇപ്പം പാൽ തന്നെ സ്കിംഡ് മിൽക്ക് ഉണ്ടാവും, പലതരത്തിലുണ്ടാവില്ലേ. അപ്പോൾ ഹൈ ഫാറ്റുള്ളത് നമ്മൾ എടുക്കാൻ നോക്കുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ക്രീമായിട്ട് കൂടുതൽ ചീസ് നമുക്ക് അതിൽ നിന്ന് കിട്ടുക. ഫസ്റ്റ് നമ്മൾ പാൽ നല്ലോണം തിളപ്പിക്കുക. തിള വന്നതിന് ശേഷം നമ്മൾ നാരങ്ങാനീര് ഒഴിക്കുക. നാരങ്ങാനീര് ഒഴിക്കണേക്കാൾ മുമ്പ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നാരങ്ങാനീര് ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ പാൽ പിരിഞ്ഞു വരും. ഇനി ഞാനിതൊരു അരിപ്പയിലേക്ക് മാറ്റുകയാണ്. അരിപ്പയിലേക്ക് മാറ്റി നമുക്കിത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് ഇത് ഞാൻ ഫുള്ള് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ചൂടൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തണുത്ത വെള്ളം നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം ഇതിലത്തെ വെള്ളമൊക്കെ ഊറിപ്പോവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അരിപ്പയിൽ തന്നെ ഇത് വയ്ക്കാം. ശരിക്കും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കണ മൊസറല്ല ആണെങ്കിൽ അതിങ്ങനെയല്ല ഉണ്ടാക്കണത്. ഈ പ്രോസസ്സൊക്കെ ഇതേപോലെ തന്നെ, പക്ഷേ അത് നമ്മൾ നല്ലോണം വെള്ളത്തിലൊക്കെ ഇട്ട് സ്ക്യൂസ് ചെയ്തെടുത്ത് നല്ലോണം പ്രസ്സൊക്കെ ചെയ്ത് റൗണ്ട് ഷേപ്പായിട്ട് എടുക്കും. ഇത് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പാത്രത്തിലിട്ട് വെച്ചിട്ട് നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എങ്ങനെ വെന്തോന്നറിയാൻ വേണ്ടി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ കുക്കറിൽ വെച്ച സമയത്ത് ഞാൻ ഉരുളൻകിഴങ്ങ് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ ഈ വെള്ളത്തിൽ വേണം നമുക്ക് ഉരുളൻകിഴങ്ങ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ചിക്കൻ്റെ 2 വിസിലിൽ തന്നെ ഇപ്പോൾ ഈ ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ. ബോണിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ലോണം വിട്ടു പോന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ബോൺലെസ് ചിക്കൻ ആവുമ്പോൾ ഇത് നമുക്ക് വേറെ ഏതെങ്കിലും സ്റ്റിക്കിൽ നമ്മൾ സ്റ്റഫ് ചെയ്ത് വെക്കേണ്ടി വരും. ഇവിടെ നാട്ടിലൊക്കെ ഞാൻ സാധാരണ ഈ വീഡിയോ ചെയ്യണതിൽ ഏതെങ്കിലും നമ്മുടെ മരത്തിൻ്റെ ഏതെങ്കിലും വടിയെടുത്ത് ക്ലീൻ ചെയ്തിട്ട് അതിലാണ് സ്റ്റഫ് ചെയ്ത് വെക്കണത്. ഇവിടെ അതൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ബോണിൽ തന്നെയാണ് സ്റ്റഫ് ചെയ്യണത്. ഇനി ഞാൻ ഇതിലേക്ക് ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുകയാണ്. തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഉരുളക്കിഴങ്ങ് ഈ വെള്ളത്തിൽ, ഈ ചിക്കൻ വെന്ത വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് 1 വിസിൽ വരണ വരെ വേവിച്ചെടുക്കാം.
ഒരു വിസിൽ വന്നാൽ മതി. എന്തായാലും ഉരുളക്കിഴങ്ങ് അപ്പോൾ വെന്തോളും. ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ ലെഗ്സിൽ നിന്ന് ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അതേ മാംസം നല്ലോണം വിട്ടു പോരുന്നുണ്ട്. 2 വിസിൽ തന്നെ മതി. ചിലപ്പോൾ ചില ചിക്കൻ വിട്ടു പോരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 വിസിൽ വരെ ഇടാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എല്ലാം നല്ലോണം അടർത്തി എടുത്തിട്ട് ഇത് നമുക്ക് ഈ ചിക്കൻ്റെ ലെഗ്സും കൂടി ക്ലീൻ ചെയ്ത് എടുക്കണം. കാരണം ഇതിലാണ് നമ്മൾ ഇത് സ്റ്റഫ് ചെയ്ത് വെച്ച് ഉണ്ടാക്കണത്. ഞാനിവിടെ 3 ചിക്കൻ ബോൺസ് മാത്രമേ എടുക്കണുള്ളൂ. പിന്നെ ബാക്കിയുള്ള 3 ചിക്കൻ ലെഗ്സ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ചിക്കൻ ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണ്. അതിൻ്റെ മാംസം ചിക്കൻ ഫ്രൈഡ് റൈസിലേക്ക് നമുക്ക് എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതെല്ലാം നമുക്ക് ഒന്നുമില്ലെങ്കിൽ മിക്സിയിലിട്ട് അടിക്കാം, അല്ലെങ്കിൽ തന്നെ നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ അടർത്തി ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫോർക്കും നൈഫും വെച്ച് നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് അങ്ങനെയും ഇടാം. ഉരുളക്കിഴങ്ങ് 1 വിസിൽ വന്ന് അതിൻ്റെ പ്രഷറൊക്കെ പോയി. ഞാനതിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നല്ലോണം നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഉടച്ചെടുക്കണം. അതിന് ഇതിൻ്റെ ചൂടൊന്ന് മാറണം, എന്നാൽ മാത്രമേ നമുക്ക് കൈ കൊണ്ട് പെട്ടെന്ന് ഒടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഉരുളക്കിഴങ്ങിന് കുറച്ചധികം നേരം ചൂട് നിൽക്കുന്നതാണ്. ഇപ്പോൾ ചിക്കൻ്റെ വെന്ത വെള്ളത്തിൽ തന്നെ ഇതും കൂടി വെന്തപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതിന് കിട്ടുക. അപ്പോൾ ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന സെലക്ഷനും കൊടുത്തു കഴിഞ്ഞ് ഇനി ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഇവിടെ ചിക്കനെല്ലാം ഒരു ഫോർക്കും നൈഫും വെച്ചിട്ടാണ് കട്ട് ചെയ്ത് എടുത്തത്. ആ ചിക്കൻ്റെ ബോൺസ് എല്ലാം 3 ബോൺസ് ഞാൻ നല്ലോണം ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് കൂളാവണ വരെ വെയിറ്റ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് കൂളായിട്ട് ഞാൻ ഇതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ചിക്കനും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇത്രയും ആവശ്യങ്ങൾ ഇതിലേക്ക് ഇത്രയും മതി. പിന്നെ ഇനി മസാലയാണ് നമുക്ക് ഇടേണ്ടത്. ഇവിടെ മീറ്റ് മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തിനാണ് മീറ്റ് മസാല ചിക്കനിലേക്ക് ഇടുന്നത്. അപ്പോൾ ഈ മീറ്റ് മസാലയും കൂടി ഇടുമ്പോഴാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ചിക്കൻ മസാലയല്ല, മീറ്റ് മസാലയാണ് ഇതിലേക്ക് ഇടേണ്ടത്. മീറ്റ് മസാല ഞാനൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇടാം. ഞാനിവിടെ കുരുമുളക് പൊടി ഇടുന്നില്ല, മുളക് പൊടിക്ക് തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് അവസാനം ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. കാരണം ഉരുളക്കിഴങ്ങിൽ നമ്മൾ ഉപ്പിട്ടിട്ടല്ലോ വേവിച്ചത്, അപ്പോൾ അത് കാരണം ഉപ്പ് കുറവായിരിക്കും. ഇനി നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നല്ലോണം മിക്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് ആ മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ മൊസറല്ലയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ മൊസറല്ല ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കട്ടെ. ഞാൻ അപ്പോൾ അധികം മൊസറല്ല ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമുക്ക് ഇതേപോലെ തന്നെയാണ് പനീറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണത്. പനീറൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ ബ്രെഡ് ക്രംസ് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ വീട്ടിലിപ്പോൾ ബ്രെഡ് പൊടിച്ച് മിക്സിയിലിട്ട് പൊടിച്ച ബ്രെഡ് ക്രംസ്, ബ്രെഡ് ഇട്ടിട്ട് ഒരു 4 ബ്രെഡ് ഇട്ടിട്ട് പൊടിച്ച ബ്രെഡ് ക്രംസാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് വരും. ഒട്ടും വെള്ളമില്ലാതെ നല്ലോണം ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിലൊക്കെ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ അത് നല്ലോണം ബാലൻസ് ആയിട്ട് പോവും. ചെറിയൊരു നനവ് എനിക്ക് കുഴയ്ക്കുമ്പോൾ തോന്നിയത് കാരണം ഞാൻ അത് വീണ്ടും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക.
നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയൊരു ബോൾസ് പോലെ ആക്കി കയ്യിലെടുത്തിട്ട് ചിക്കൻ്റെ ബോൺ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. അത് വെക്കുമ്പോൾ കറക്റ്റ് നമ്മൾ നടുക്കായിരിക്കണം, ഈ ബോളിൻ്റെ കറക്റ്റ് നടുക്കായിട്ട് വേണം നമ്മളത് വെക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യണ സമയത്ത് ഇതിൽ നിന്ന് അടർന്ന് പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്, അടർന്ന് വീഴും. പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്, കൂടുതലായിട്ട് ഇതിൽ സ്റ്റഫ് ചെയ്ത് വെക്കരുത്. കാരണം ബോണിന് അധികം നീളമില്ലാത്തതാണ്. അപ്പോൾ കൂടുതൽ ലോഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് അത് പൊട്ടിപ്പോരും. അപ്പം ഞാൻ ഇതേപോലെ ഒരു ചെറിയൊരു ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ. കാരണം ആദ്യം ഞാൻ വെച്ച് നോക്കിയപ്പോൾ അത് ഇതിൽ നിന്ന് വിട്ടു പോവുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ സൈസ് കുറച്ചിട്ട് ചെറിയൊരു ബോൾസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് ബോൺ കയറ്റി വെച്ച് കൊടുത്തു. പിന്നെ ആദ്യം നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഞാൻ 2 മുട്ട അവിടെ പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടയുടെ ബാറ്ററിലേക്ക് നമ്മൾ മുക്കുക. അതിന് ശേഷം വീണ്ടും ബ്രെഡ് ക്രംസിലേക്ക് മുക്കുക. അപ്പോൾ നമ്മുടെ ഇത് ഔട്ടർ കവറിങ് നല്ലോണം ക്രിസ്പി ആയിട്ട് കിട്ടാനും നല്ലോണം ബ്രെഡ് ക്രംസ് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. ഞാൻ വീണ്ടും ബ്രെഡ് ക്രംസിലേക്ക് മുക്കി. അപ്പോൾ നല്ലോണം കോട്ടിങ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഓയിൽ ഫ്രൈ ചെയ്യാൻ റെഡിയാണെന്ന് നോക്കിയപ്പോൾ ഇത് കുറച്ചിട്ട് നോക്കിയപ്പോൾ ഇത് നല്ലോണം ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആ ലെഗ് വെച്ച് കൊടുക്കുകയാണ്. ഓയിലിൻ്റെ ചൂട് ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ചിക്കൻ ലെഗ്സ് ഇട്ടതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഞാനിപ്പോൾ ആദ്യം ഇട്ട ലെഗ്സിൻ്റെ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് കരിഞ്ഞു. കാരണം ബ്രെഡ് ക്രംസ് ആയ കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്, അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഞാനിപ്പോൾ ഈ രണ്ടാമത്തെ ചിക്കൻ്റെ ബോണിലേക്ക് ഇത് വെക്കുന്ന സമയം കൊണ്ട് ഞാനത് വിട്ടുപോയി. അതിൻ്റെ ചൂട് ഗ്യാസ് കുറയ്ക്കാനായിട്ട് മീഡിയത്തിലേക്ക് ഇടാൻ വിട്ടുപോയി. ആ സമയം കൊണ്ട് മറ്റേ സൈഡ് ജസ്റ്റ് ഒന്ന് ഒരു ഡാർക്ക് കളറായി, കരിഞ്ഞില്ല. ആ ബ്രെഡ് ക്രംസ് ഒരു ഡാർക്ക് കളറായിട്ട് വന്നു. പക്ഷെ ഉള്ളിലേക്കൊന്നും കരിഞ്ഞ ചൊവയൊന്നും വന്നില്ല. പക്ഷെ കാണുമ്പോൾ അതൊന്ന് കരിഞ്ഞ പോലെയായിട്ട് വന്നു. അപ്പം നിങ്ങൾ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് നോക്കിക്കോളൂ. ഈ ചൂട് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ആദ്യം ഓയിലൊന്ന് ചൂടാവാൻ മാത്രം ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ചിക്കൻ്റെ ലെഗ് ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ബ്രെഡ് ക്രംസ് ആയ കാരണം ഇത് പെട്ടെന്ന് കരിയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ അടുത്ത ചിക്കൻ്റെ ബോണും സ്റ്റഫ് ചെയ്ത് ഇതേപോലെ നമ്മുടെ ഒരു നമ്മൾ സാധാരണ ഗുണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതേപോലെ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതും ആ ഒരു പീസും കൂടി വെച്ച് കൊടുത്തത് ഇത് കണ്ടായത്. ഞാൻ തിരിച്ചപ്പോഴാണ് പെട്ടെന്ന് ഒരു ഡാർക്ക് കളറായി, പക്ഷെ കരിഞ്ഞിട്ടില്ല. ഞാനിതിപ്പോൾ എല്ലാതും കൂടിയിട്ട് എല്ലാതല്ല 2 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ മറിച്ചിട്ട് എല്ലാ സൈഡും ഞാൻ കുക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അധികം കുഴിയില്ലാത്ത പാത്രമായ കാരണം നമുക്ക് എപ്പോഴും തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ കുഴിയുള്ള പാത്രമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനതിപ്പോൾ ഫുള്ള് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തിരിക്കണത്. അപ്പോൾ ഇത് നമ്മുടെ 2 ചിക്കൻ കൊണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടി ഇവിടെ ഞാൻ ഉണ്ടാക്കുകയാണ്. ഇതേപോലെ അധികം നമ്മൾ ഈ ബോണിലേക്ക് അധികം ഓവറായിട്ട് നമ്മൾ സ്റ്റഫ് ചെയ്ത് വെക്കരുത്. കാരണം ഓവറായിട്ട് സ്റ്റഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വിട്ടുപോവും, അടർന്നു പോവും, കറക്റ്റായിട്ട് ഇതിലിരിക്കില്ല. ഈ ഒരു അളവിൽ മാത്രം എടുത്താൽ മതി. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വീട്ടിലുണ്ടാക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിൽ താങ്ക്സ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.